പല കാര്യങ്ങളും ചെയ്തു, പഠിച്ചു, ജോലി നേടി, പലതും ചെയ്തിട്ടുണ്ടാകാം. ഫലമില്ലാത്ത അവസ്ഥ. നിങ്ങൾ നിരാശയുടെ വാക്കുകൾ പറയരുത്. അതിനെ നോക്കി വിശ്വാസത്തിൻ്റെ അനുഗ്രഹമുള്ള വാക്കുകൾ പറയുന്നവരാകണം. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മൾ പെട്ടെന്ന് പറയുന്നത് നിരാശയുടെ വാക്കുകളാണ്. എനിക്കിത് വന്നല്ലോ, ഞാനൊരു ഭാഗ്യമില്ല. നമ്മൾ നിരാശയുടെ വാക്കുകൾ പറയുന്നു. സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാനാണ്. ഒരു കാലഘട്ടത്തിൽ എപ്പോഴും നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് ഒന്ന് ചിരിക്കാൻ പോലും പറ്റാതെ നിരാശയിൽ കഴിഞ്ഞിരുന്നയാളായിരുന്നു ഞാൻ എപ്പോഴും നിരാശയുടെ വാക്കുകൾ പറയും, നിരാശ രീതിയിൽ ചിന്തിക്കും. അവരങ്ങനെ പറഞ്ഞല്ലോ, ഇവരിങ്ങനെ ചിന്തിച്ചല്ലോ, എനിക്കിങ്ങനെയാണല്ലോ, അത് മാറുന്നില്ലല്ലോ, ഈ സാഹചര്യം അങ്ങനെയാണല്ലോ, ഈ സാഹചര്യം ഇങ്ങനെയാണല്ലോ കിടക്കുന്നത്. നിരാശയെപ്പറ്റി ചിന്തിക്കുന്നു, നിരാശയായിട്ടിരിക്കുന്നു, നിരാശയുള്ള വാക്കുകൾ പറയുന്നു. അതുകൊണ്ട് ഒരു അനുഗ്രഹവും എനിക്കുണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു ആത്മീയ കാര്യമാണ്, എൻ്റെ